ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിൽ വിളയിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. 1.5 കിലോ അവിലാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ അവിൽ ഇനി ഒന്ന് വറുത്തെടുക്കണം. അതിനൊരു പരന്ന ഉരുളിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടായി വരികയാണ് വേണ്ടത്. വല്ലാതെ ഞെരിയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് നല്ലോണം ചൂടായി കിട്ടിയാൽ മതി. ഈ അവലിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ പൂണ്ട് വന്ന പീസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നെല്ലാം ഒന്ന് നേർമ്മിപ്പിക്കാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 500 ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. ശർക്കര അടുപ്പത്ത് വെച്ചിട്ടത് ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉരുകാനുണ്ട്. അതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുഴുവനും ശർക്കര അലിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അതവിടെ നിൽക്കട്ടെ. ഇനി അവൽ വറുത്ത ഉരുളിച്ചട്ടി ഉണ്ടല്ലോ അത് അടുപ്പത്തേക്ക് വെക്കുക. ആ മിക്സിയിൽ അടിച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് തേങ്ങ അതിലിട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഈ തേങ്ങ ഇങ്ങനെ ചൂടാക്കാതെ അവലിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ടും അവൽ വിളയിക്കുക കേട്ടോ. ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പം തേങ്ങ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉരുക്കി വെച്ച ശർക്കര ഇതിൽ അരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഈ അവൽ ഇങ്ങനെ വിളയിച്ചിട്ടും കുഴച്ചിട്ടൊക്കെ കൊടുക്കാനിട്ട് ചെയ്യുക. അന്നിങ്ങനെ പലഹാരം കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ ഈ അവൽ വിളയിക്കുന്നതിനെ കൊണ്ട് ഇതൊരു 2-3 ദിവസം വരെ കേട് വരാതെയൊക്കെ ഇരിക്കും കേട്ടോ. കാറലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനി രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചായക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത്. ഇപ്പോൾ ഈ ശർക്കരപ്പാനിയും നാളികേരമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോ മട്ട അവലും 500 വെള്ള അവലുമാണ് കേട്ടോ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ അവൽ വിളയിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് മട്ട അവൽ എടുക്കുകയാണ് നല്ലത്. അതാണ് കുറച്ചും കൂടി കട്ടിയുള്ള അവൽ. ഈ വെള്ള അവൽ നേർമേനെ കൊണ്ട് ശർക്കരപ്പാനിയിലൊക്കെ ഇടുമ്പോഴത്തേക്കും വേഗം അത് അലിഞ്ഞ മാതിരി ആയിപ്പോവും. അവലിപ്പോൾ ശർക്കരപ്പാനിയായിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അതിലിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് പൊട്ടുകടല എന്ന് പറയും. ആ കടല ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. അതിനൊരു പേര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കടല അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായതിന് ശേഷം ഈ അവലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ അധികം ഒരു സ്വാദ് ഉണ്ടാവും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഈ അവലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി അടുപ്പത്ത് വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചുള്ളതിനെ കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കറുത്ത എള്ള് ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഈ എള്ളും പൊട്ടുകടലയും ഒക്കെ ഈ അവലിൻ്റെ കൂടെ കടിക്കുന്ന സമയത്ത് ഈ വിളയിച്ച അവലിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും എള്ളും മുന്തിരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഈ അവലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ പൊട്ടുകടല ഇട്ടതിന് ശേഷം ഒന്നും ഇളക്കിയില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കുക. അങ്ങനെ ഒരു അടിപൊളി അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.